ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. 2 വഴുതിരിങ്ങ വെച്ചിട്ടുള്ളൊരു ഐറ്റം കറി. അപ്പോൾ ഞാൻ 2 വഴുതിരിങ്ങ നല്ലോണം കഴുകിയെടുത്ത്, അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കഴുകി നീളത്തിൽ തന്നെ കട്ട് ചെയ്യുന്നു. ഇതേപോലെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത്, അപ്പോൾ ഞാൻ അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടിയും കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളവും കൂട്ടി ഇത് നല്ലോണം മിക്സ് ആക്കുന്ന കേട്ടോ. കൂടുതൽ വെള്ളം വേണ്ട, കൂടുതൽ വെള്ളമാകുമ്പോൾ മസാല പിടിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മസാല പിടിപ്പിക്കുന്നു. നല്ലോണം മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഓരോന്നോരോന്ന് വേണ്ട, നല്ല വലുപ്പത്തിൽ, അധികം തടിയും വേണ്ട. അപ്പോൾ ഞാൻ ഇതൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, അപ്പോൾ ഞാനിത് ഓരോന്നോരോന്നെണ്ണം ഇതിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടേ, അതിനിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ വഴുതിരിങ്ങയും ഈ പാത്രത്തിൽ തന്നെ ഒരുമിച്ചിട്ട് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് മാത്രം മതി കേട്ടോ. ചോറ്റിൻ്റെ കൂടെ 2 പപ്പടവും ഈ കറി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാം ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. എണ്ണയിൽ തന്നെ ഒരുമിച്ചിട്ട് കണ്ടാൽ നല്ലോണം അതിങ്ങനെ. ഇപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നെണ്ണം പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇതിങ്ങനെ അധികം ഇത് കരിയാറുണ്ട് കേട്ടോ. ചെറുങ്ങനായിട്ട് തീ വെച്ചിട്ട് ചെറുങ്ങനെ ഇത് പൊരിഞ്ഞ് വരണം. കരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെറുങ്ങനെ തീ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല വഴുതിരിങ്ങ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് വേറെ പാത്രത്തിൽ ഇത് മാറ്റിയെടുക്കാം കേട്ടോ. നല്ല അസ്തലായിട്ട് നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ വഴുതിരിങ്ങ വെച്ചിട്ട്. അപ്പോൾ ഞാൻ എല്ലാം പാത്രത്തിൽ നിന്നെല്ലാം ഞാൻ മാറ്റിയെടുത്ത്, ഇനി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കടുകിട്ട്, 2-3 ചെറിയ ഉള്ളിയില്ലേ, അതും അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച് ഞാൻ 3-4 കായ് മുളക് ഇട്ട് കൊടുത്ത്, കുറച്ച് കറിവേപ്പില അതിലിട്ട് കൊടുത്തിട്ട് നല്ലോണം വാട്ടിയെടുക്കണം. ഞാൻ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. നല്ല പുളിപ്പുള്ള തൈര്, അതുകൊണ്ട് ഞാൻ പകുതി തൈരേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ജീരകപ്പൊടി ഉണ്ടല്ലോ, വറുത്ത് പൊടിച്ച് ചെറിയ ജീരകപ്പൊടി, അത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പേ ഇട്ടുള്ളൂ. കാരണം നമ്മൾ ഫ്രൈ ചെയ്ത വഴുതിരിങ്ങയിൽ ഉപ്പുണ്ടല്ലോ, അപ്പോൾ ഇത് നോക്കിയിട്ടിടാം. അപ്പോൾ ഞാനിതാ ഈ റോസ്റ്റ് ചെയ്ത വഴുതിരിങ്ങ ഇതിലിട്ട് കൊടുത്തേട്ടാ. അപ്പോൾ ഞാൻ പുളിയില്ലാത്തൊരു കുറച്ച് തൈര് 1/2 കപ്പോളം ഇതിൻ്റെ മേലയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത്, അപ്പം നല്ല നമ്മുടെ വഴുതിരിങ്ങ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യണം, നല്ല കമൻറ്റ് ചെയ്യണേ എല്ലാവരും. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.